വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ലിവർപൂൾ വേഴ്സസ് AFC ബോൺമൗത്ത് മാച്ചിനെ കുറിച്ചാണ്. മാച്ചിലേക്ക് വരുന്ന സമയത്ത് എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നൊരു ഫിക്സ്ചറായിരുന്നത്. കാരണം 11 മാച്ച് അൺബീറ്റൺ ആയിട്ടാണ് ബോൺമൗത്ത് വരുന്നത്. അതേസമയം 18 മാച്ച് പ്രീമിയർ ലീഗിൽ അൺബീറ്റൺ ആയിട്ടാണ് ലിവർപൂൾ വരുന്നത്. ലിവർപൂൾ നിലവിൽ നിൽക്കുന്നത് ടേബിൾ ടോപ്പിലാണ്. അതേസമയം ഈ ഒരു AFC ബോൺമൗത്ത് അവരുടെ ജേണിയിൽ പല പ്രമുഖന്മാരെയും അടിച്ചിട്ടിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് ന്യൂ കാസിലിനെയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയൊക്കെ അവർ അടിച്ച് തമർത്തിയിട്ടാണ് ഈ ലിവർപൂളിനെ നേരിടാൻ വേണ്ടി വരുന്നത്. ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി ഇറോള എന്ന് പറയുന്ന സ്പാനിഷ് മാനേജറുടെ കീഴിൽ അവരുടെ കരിയർ ബെസ്റ്റ് സീസണാണ്. അതായത് AFC ബോൺമൗത്ത് എന്ന ടീമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സീസണാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈഡാണെന്ന് നമുക്കറിയാം. ഇഞ്ചുറീസിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് അവർ കളിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡാണ്. അപ്പം എങ്ങനെ അവർ ലിവർപൂളിനെതിരെ കളിക്കും, ലിവർപൂൾ ഇവരെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ ഉള്ളത് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ലിവർപൂളിൻ്റെ പല പ്രധാനപ്പെട്ട പ്ലെയേഴ്സും UCLയുടെ സമയത്തൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു മാച്ചിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം UCL അവർക്ക് എനിക്കൊന്ന് മാച്ച് PSVക്കെതിരായിരുന്നു. സെല അടക്കമുള്ള പല പ്രധാന താരങ്ങളും റെസ്റ്റിലായിരുന്നു. അങ്ങനെ ആ റെസ്റ്റിന് ശേഷം ഈ ഒരു മാച്ചിലേക്ക് എത്തുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഫസ്റ്റ് ഹാഫിൽ എപ്പോഴും ലിവർപൂളിന് താളം കിട്ടാത്തൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് ഈ മാച്ചിലും വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്തോ കളിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പം AFC ബോൺമൗത്തിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് ഹാഫിൽ എപ്പോഴും ലിവർപൂളിൽ ആ ഒരു താളം ഉറപ്പിക്കില്ല. അപ്പം ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയും അഗ്രസീവായിട്ട് കളിച്ചിട്ട് ഗോൾ നേടുക എന്നുള്ളതായിരുന്നു AFC ബോൺമൗത്തിൻ്റെ പ്ലാന്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫസ്റ്റ് വിസിൽ വിളിച്ചത് മുതലേ സെമന്യോ മെനക്കെട്ട് പണിയെടുക്കുന്നുണ്ട്. സെമന്യോ അറിയാലോ, സെമന്യോ കളിക്കുന്നത് ലെഫ്റ്റിലാണ്. സ്വാഭാവികമായിട്ടും ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. ആ ട്രെൻഡിന് നല്ല പണി കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സെമന്യോ. ട്രെൻഡിന് ചില സമയത്ത് അവിടെ കാണാനേ ഇല്ല. ചില സമയത്ത് അവിടെ ഗ്രാവൻ ബാച്ചിനൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ അവിടെ നല്ല പണി ലെഫ്റ്റ് സൈഡിൽ സെമന്യോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മിനിറ്റ് തന്നെ ആൾ ബോൾ എടുത്ത് കട്ടിൻ ചെയ്തിട്ട് ഷോട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് 2 ഷോട്ടാണ് സെമന്യോൻ്റെ സൈഡിൽ നിന്ന് വുഡ് വർക്കിൽ തട്ടിപ്പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആളുടെ ഒരുപാട് അറ്റാക്സ്, ആൾ നല്ല ബോൾസ് ഔത്താരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലൈവേർട്ടിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതാണ് ഇന്ന് AFC ബോൺമൗത്തിനെ പിന്നോട്ട് വലിച്ച ഏറ്റവും വലിയൊരു സംഗതി എന്നുള്ളത്. അവരൊട്ടും ക്ലിനിക്കലായില്ല. അവിടെ സ്റ്റെപ്പപ്പ് ചെയ്യേണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്ലൈവേർട്ടാണ്. ക്ലൈവേർട്ടിന് ഒരു ഓപ്പൺ പോസ്റ്റ് കിട്ടുന്നുണ്ട്. അത് പോസ്റ്റിലേക്ക് വെച്ചാൽ ഗോളായിരുന്നു. പക്ഷേ അത് ആൾ വെച്ചതാണെങ്കിൽ പുറത്തോട്ടാണ് പോകുന്നത്. അപ്പം ഈ ബ്രൂക്സും അതുപോലെ തന്നെ നമ്മുടെ സെമന്യൊക്കെ നന്നായിട്ട് കളിച്ചെങ്കിൽ പോലും ഈ ഔത്താരയും അതുപോലെ പാട്രിക് ക്ലൈവേർട്ടൊക്കെ ഒന്ന് ഡിപ്പായതോടെ ടീം ടോട്ടലി ആ ഒരു ഫൈനൽ തേർഡിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു AFC ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ടോട്ടലി ഫസ്റ്റ് ഹാഫിലൊരു പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ AFC ബോൺമൗത്ത് ക്ലിയർ ആയിരുന്നു, അവരായിരുന്നു ബെറ്റർ സൈഡ്. പക്ഷേ മാച്ചിൽ ഒരു പെനാൽറ്റിയിലൂടെ ആ ഫസ്റ്റ് ഹാഫ് തന്നെ ലിവർപൂൾ ഒരു ലീഡ് എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പെനാൽറ്റി കോൺട്രവേഴ്ഷ്യലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു സ്ട്രോങ് പെനാൽറ്റി ആയിട്ട് തോന്നുന്നില്ല. ടച്ച് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ല. ടച്ച് ഉണ്ടോയെന്ന് പോലും മനസ്സിലാവുന്നില്ല ചില ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത്. എനിവേ അത് പല ലിവർപൂൾ ഫാൻസ് തന്നെ പറയുന്നത് ആ പെനാൽറ്റി അവർ ഡിസേർവിങ് അല്ല, അല്ലെങ്കിൽ അതൊരു പെനാൽറ്റി ഇല്ല എന്നാണ് പല ലിവർപൂൾ ഫാൻസും പറയുന്നത്. എനിക്കും പേഴ്സണലി അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പ്രോപ്പറായിട്ട് AFC ബോൺമൗത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു കളിൻ്റെ ഫ്ലോക്ക് എതിരെന്ന പോലെയാണ് ആ ഒരു പെനാൽറ്റി അവിടെ വരുന്നത്. അങ്ങനെ അത് സെല നല്ല വൃത്തിക്ക് സ്കോർ ചെയ്തു. അതിനുശേഷവും നിരന്തരം AFC ബോൺമൗത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു എൻഡ് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് കുറേ കൂടി ലിവർപൂളിൻ്റെ സൈഡ് ബെറ്റർ ആവുന്നുണ്ട്. അതിപ്പോൾ എന്താ പറയുക, മിഡ്ഫീൽഡ് ഫസ്റ്റ് ഹാഫിൽ മിഡ്ഫീൽഡൊക്കെ ഒന്ന് ഉണങ്ങി തരിച്ച അവസ്ഥയായിരുന്നു. അത് AFC ബോൺമൗത്ത് മരിച്ച് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോൺമൗത്തിൻ്റെ മിഡ്ഫീൽഡിലുള്ളവരൊക്കെ നല്ല സൂപ്പർ പ്രസ്സേഴ്സാണെന്ന് നമുക്കറിയാം. അവർ നല്ല രീതിക്ക് പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഡിഫൻഡേഴ്സ് ഇപ്പോൾ സബർണിയൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു ഫോൾസ് ലൈൻ എക്സ്പെരിമെൻ്റാണ് ലിവർപൂൾ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ലൂയിസ് ഡിയാസിനെ വെച്ചിട്ട് ലൂയിസ് ഡിയാസിനെ നല്ല ഹൈ ആയിട്ട് വന്നിട്ട് സബർണി ആണെങ്കിലും അതുപോലെ ഹോയ്സൺ ആണെങ്കിലും അവർ അവസരത്തിനൊത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ നല്ല പണിയാണ് ആ ഡിഫൻഡേഴ്സൊക്കെ ഫസ്റ്റ് ഹാഫിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പല സമയത്തും അവരെടുത്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി സബർണി. ഇന്നലെ ഹോയ്സനേക്കാളും
എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന പ്ലെയർ എന്ന് പറയുന്നത് സെബർണി ആയിരുന്നു. പിന്നെ ലൂയിസ് കുക്ക് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗ്യാക്പോനൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതേസമയം റൈറ്റിലേക്ക് വരുന്ന സമയത്ത്, അതായത് എഫ് സി ബോൺമോത്തിൻ്റെ ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ കെർക്കസ് ഉണ്ടായിരുന്നത്. കെർക്കസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സെലനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. സെലനെ ഒറ്റ സമയമാണ് ആൾക്ക് പിടുത്തം വിട്ടുപോയത്. അത് സെല സ്കോർ ചെയ്യുകയും ചെയ്ത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ടോട്ടലി എഫ് സി ബോൺമൗത്ത് 2 ഗോളിനൊക്കെ തോറ്റെങ്കിൽ പോലും നല്ലൊരു എഫേർട്ടാണ്, നല്ലൊരു പെർഫോമൻസാണ് അവർ ടോട്ടലി മാച്ചിൽ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ലിവർപൂൾ ടോട്ടലി ബെറ്ററായി. അവർ ബോൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ സോബോ ആണെങ്കിലും മാക്കലിസ്റ്ററിനെ പിന്നീട് പിൻവലിക്കുന്നുണ്ട്. കർട്ടിസ് ജോൺസ് വരുന്നുണ്ട്. ഇപ്പം ഗ്രാവൻ ബാച്ചിന് മിഡ്ഫീൽഡിൽ കുറേ കൂടെ താളം കിട്ടി, കുറേ കൂടി ബോൾ കാലിൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മനുഷ്യനാണ് നമ്മുടെ റോബർട്ട്സൺ. നല്ല കളിയാണ് ഇന്നലെ ത്രൂ ഔട്ട് ദ മാച്ച് കളിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെമൻറ്റിൻ്റെ അറ്റാക്ക് വരുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന അറ്റാക്കൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സോബോ ആയിരുന്നു. അതായത് അവിടെ ബ്രൂക്സിനെ ആൾ സൈലൻ്റാക്കി നിർത്തുന്നുണ്ട്. ബ്രൂക്സ് അത്യാവശ്യം ഡീപ്പിലേക്കൊക്കെ പോയിട്ടാണ് പിന്നീട് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. റോബോൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു പെർഫോമൻസാണ് കണ്ടിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഫസ്റ്റ് ഹാഫിലാണെങ്കിലും കുറേ കൂടി നന്നായിട്ട് ഡയാസ് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നമ്മുടെ ജോൺസ് വരുന്നുണ്ട്. ജോൺസും ഒരു അസിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ വലിയ തരക്കേടില്ലാതെ ആൾ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൻഡൈക്കാണ്. വാൻഡൈക്ക് എഗെയിൻ ഒരു മാസ്റ്റർ ക്ലാസ്സാണ് ടീമിന് വേണ്ടി പുറത്തെടുത്തിട്ടുള്ളത്. സൂപ്പർ ഡിഫെൻഡിങ് ആയിരുന്നു. ആളുടെ പൊസിഷനിങ് ഓഫ് ദ ബോൾ ടൈമിലൊക്കെ ആണെങ്കിൽ ബ്രില്യൻ്റ് ആണ്, അത് പറയേണ്ട ആവശ്യമില്ല. ബ്രില്യൻറ്റ് പെർഫോമൻസ് ആണ് ഇന്നും ആൾ ഡെലിവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൊനാട്ടയും സൂപ്പറായിരുന്നു. ഇടയ്ക്ക് കൊനാട്ടയ്ക്ക് ഒരു ബോൾ വാച്ചിങ് ടെൻഡൻസി ഉണ്ട്, അത് നമ്മൾ കാണാനുണ്ട്. പക്ഷേ അവർക്കൊരു ഗോളൊന്നും കൺസിഡർ ചെയ്യേണ്ടി വന്നില്ല. ആളൊന്നും അത്യാവശ്യം നല്ല സോളിഡായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ ട്രെൻഡ് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്? അതൊരു ഇഞ്ചുറിയിലൂടെയാണ്. കോണോർ ബ്രാഡ്ലി വരുന്നുണ്ട്. അപ്പോൾ ട്രെൻഡിനേക്കാളും അവിടെ കുറേ കൂടി ഡിഫെൻസീവ് സോളിഡിറ്റി കൊടുക്കാൻ വേണ്ടി ബ്രാഡ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് ഔട്ട്പുട്ട് കൊടുക്കാനും ബ്രാഡ്ലി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് ഹാഫിൽ ബ്രാഡ്ലി ആ ഒരു ട്രെൻഡിൻ്റെ ഇഞ്ചുറിക്ക് ശേഷം വന്നത് കുറേ കൂടി ഡിഫെൻസീവ് സോളിഡിറ്റി, കുറച്ചുകൂടി ഡിഫെൻസീവ് സെക്യൂരിറ്റി ഒക്കെ അവിടെ ലിവർപൂളിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഗോളിനെ കുറിച്ച് എടുത്ത് പറയണം. മാച്ച് 2-0 എത്തിക്കുന്ന ഗോൾ, അവിടെ ഒരു പ്രോപ്പർ കൗണ്ടർ അറ്റാക്കാണ് വരുന്നത്. ആ കൗണ്ടറിൻ്റെ എൻഡിൽ കർട്ടിസ് ജോൺസ് ബോൾ എടുത്ത് സാലക്ക് കൊടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സെല ബോൾ കാലിൽ വെച്ചപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും വിചാരിക്കുന്നില്ല. ബോൾ സെലൻ്റെ കാലിലുണ്ട്. ഇനി എന്താണ്? സെല അത് തൂക്കി പോസ്റ്റിലേക്ക് ഇട്ടു. പോസ്റ്റിൻ്റെ കോർണറിലേക്ക് സെല അത് തൂക്കിയിട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളായിരുന്നു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗോളായിരുന്നു. കെർക്കസ് കുറേ സമയമൊക്കെ ആൾ സൈലൻ്റാക്കി നിർത്തിയെങ്കിൽ പോലും സെല ഒരു നിമിഷം പിടിവിട്ടു പോയി. കംപ്ലീറ്റ്ലി പിടിവിട്ടു പോയോ? ഇല്ല. അവിടെ ഡിഫൻഡേഴ്സിനെ ക്ലോസ് ഡൗൺ ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. പക്ഷേ ആ ഒരു ബോൾ കാലിലെത്തിയാൽ മില്ലി സെക്കൻഡിൽ സെലൻ്റെ ബ്രെയിൻ പ്രവർത്തിച്ചു. ആളെ ബോൾ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളായിരുന്നു. നിലവിൽ സെലയാണ് പ്രീമിയർ ലീഗിലെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്ലെയർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിൽ പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ടേബിൾ ടോപ്പിൽ നിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മനുഷ്യനാണ്. സെലൊക്കെ പോയി കഴിഞ്ഞാൽ ലിവർപൂൾ എങ്ങനെ റിപ്ലേസ് ചെയ്യും? ഒരു ഐഡിയ ഇല്ല. ഓൾറെഡി ആൾ 10-35 ഗോൾ കോൺട്രിബ്യൂഷൻ ഈ ഒരു സീസണിൽ നടത്തിക്കഴിഞ്ഞു. പ്രീമിയർ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ 4ാം സ്ഥാനത്തേക്കോ 5ാം സ്ഥാനത്തേക്കൊക്കെ സെല എത്തിക്കഴിഞ്ഞു. ആളെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ FSG ആ കോൺട്രാക്റ്റ് അങ്ങോട്ട് റിന്യൂ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടുതലൊന്നും ചെയ്യാനില്ല. സെല ഇവിടെ കോൺട്രാക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സെയിം ഫോർ വാൻഡൈക്കിൻ്റെ കോൺട്രാക്റ്റും നിങ്ങൾ എന്ത് വില കൊടുത്തിട്ടും റിന്യൂ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവരൊക്കെ സൂപ്പർ പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാച്ചിലേക്ക് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശപ്പെടുത്തിയിട്ടുള്ളത് വൺസ് അഗെയിൻ ഡിഫൻസീവ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അർണോൾഡാണ്. ഇപ്പോൾ റോബോ സ്റ്റെപ്പപ്പ് ചെയ്തു, അതേസമയം അർണോൾഡ് വൺസ് അഗെയിൻ നമ്മളെ നിരാശപ്പെടുത്തി. ആളിപ്പോൾ ഡിഫൻസീവിൽ ഭയങ്കര മോശമാണ്. ആ ഒരു റയൽ റൂമർ വന്നതിന് ശേഷം അറിയാലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ മാച്ച് നോക്കുകയാണെങ്കിലും ആളുടെ ഡിഫൻസീവ് ഗ്രാഫ് കുത്തനെ താഴോട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ആലിസൺ. സെക്കൻഡ് ഹാഫിലൊക്കെ ആലിസൺ നടത്തിയ ചില സേവുകളുണ്ട്. ഗംഭീര സേവുകളാണ് ആലിസൺ നടത്തിയിട്ടുള്ളത്. ആലിസൺ ബാക്ക് ടു ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ
അലിസനെ വിശ്വസിക്കാം, ചില സമയത്തെങ്കിലും അലിസൺ ഡിപ്പാന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനിവിടെ ഉണ്ട്, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് കാണിച്ചു തരുന്ന തരത്തിലുള്ള സൂപ്പർ സേവുകളാണ് ഇന്നലെ അലിസൺ നടത്തിയിട്ടുള്ളത്. ഗംഭീര സേവുകളായിരുന്നു. അലിസൻ്റെ ഒരു സേവ് സൂപ്പർ റിഫ്ലക്സ് ആയിരുന്നത്. എന്നിട്ട് ആ ബോൾ നേരെ എത്തുന്നത് കർട്ടിസ് ജോൺസിൻ്റെ അടുത്തേക്കാണ്. ജോൺസ് അത് കോർണർ കിക്കിലേക്ക് ക്ലിയർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു സ്പേസിന് വേണ്ടിയിട്ട് കൊണാട്ടെ ചാടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ജോൺസ് ക്ലിയർ ചെയ്യുന്നില്ല. ജോൺസ് ആ ബോൾ എടുത്ത് ടേൺ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നലെ മാച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാച്ചൊന്നും ആയിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് വൺസ് അഗെയിൻ അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള സെല വൺസ് അഗെയിൻ അവർക്ക് വേണ്ടി ക്ലച്ചായിട്ട് മാറി. അവർ 1-0 ലീഡ് തന്നെ തൂങ്ങിപ്പോവുകയാണെങ്കിൽ ഭയങ്കര ഇടങ്ങറാണ്. എപ്പോൾ വേണമെങ്കിലും ബോൺമൗത്ത് തിരിച്ചടിക്കാം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് സെലൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ രണ്ടാമത്തെ ഗോള് അവിടെ വരുന്നത്. അതൊരു ഗംഭീര ഗോളായിട്ട് മാറി. അതോടെ അവർ വിക്ടറി സീൽ ചെയ്തു. രണ്ടാമത്തെ ഗോളിന് ശേഷം സ്വാഭാവികമായിട്ടും ബോൺമൗത്തിൻ്റെ മൊറാൽ കുറച്ച് താഴോട്ട് പോയി. ഡിഫൻസ് കുറേ കൂടെ ഓപ്പൺ ആവാനൊക്കെ തുടങ്ങി. പക്ഷേ അതിൽ നിന്നൊന്നും മുതലെടുത്തിട്ട് ലിവർപൂളിന് സ്കോർ ചെയ്യാനൊന്നും വേണ്ടി പറ്റിയില്ല. ഇപ്പോൾ മാക്കിനൊന്നാണെങ്കിലും അത്ര നല്ല ദിവസമൊന്നും ആയിരുന്നില്ല. ടോട്ടലി ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസം ആയിരുന്നില്ല. ഡിഫൻസീവ്ലി അവരുടെ ഡിഫൻസീവ് യൂണിറ്റിന് നമ്മൾ അർണോൾഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല ദിവസമായിരുന്നു. ഗ്രാവൻ ബാച്ച് വൺസ് അഗെയിൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. സെല നന്നായിട്ട് കളിച്ചു. പക്ഷേ ബാക്കി എല്ലാവരും ഒട്ടും കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇപ്പോൾ ലിവർപൂൾ എന്താണ്, ലിവർപൂൾ ട്രോഫിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ലിവർപൂളിന് ആരും മണി കിട്ടും, അത് കണ്ടറിയേണ്ടതായിട്ടുള്ള കാര്യമാണ്. അവസാനത്തേക്ക് എത്തുമ്പോൾ പല ട്വിസ്റ്റുകൾ നടക്കും. ബോൺമൗത്തിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിനെ തോൽപ്പിക്കുക, ലിവർപൂളിനെതിരെ ഗോളടിക്കാനൊക്കെയുള്ള അവസരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് മുതലെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ടേബിളിൻ്റെ മേലെ 9 പോയിൻ്റ് ലീഡോടെ തല ഉയർത്തിക്കൊണ്ട് 6ನೇ സ്ലോട്ടിൻ്റെ ലിവർപൂൾ നിൽക്കുകയാണ്. ആര് തടയും ലിവർപൂളിനെ? എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും തടയാൻ പറ്റുന്നു. ആഴ്സണലിന് പറ്റുന്നു തോന്നുന്നില്ല. നോട്ടിംഗ്ഹാം ചിലപ്പോൾ ചെറിയ ചാലഞ്ചെങ്കിലും കൊടുത്തേക്കാം. പക്ഷെ എന്നാലും അവർക്ക് ആ ട്രോഫി തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. ചെൽസി താഴോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥയുള്ളത്. സോ ലിവർപൂൾ ജയിക്കും. ഈ സീസൺ എന്തായാലും പ്രീമിയർ ലീഗ് ലിവർപൂൾ തൂക്കാനാണ് എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നത്. ഫോം വൈസ് നോക്കുകയാണെങ്കിലും കൃത്യസമയത്ത് ചിലർ ക്ലച്ചാവുന്ന നോക്കുകയാണെങ്കിലും ഇന്ന് അലിസൺ ക്ലച്ചായിട്ട് മാറി. പല സമയത്തും വാൻഡൈക്ക് ടീമിന് വേണ്ടി ക്ലച്ചായി മാറുന്നുണ്ട്, സാല ക്ലച്ചായി മാറുന്നുണ്ട്. ഇപ്പോൾ സാല ക്ലച്ചായില്ലെങ്കിൽ അവിടെ വേറെ ആര് ക്ലച്ചാവും? ഗ്യാക്പോ ക്ലച്ച് പെർഫോമൻസുകൾ പുറത്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ക്ലച്ചുകളൊക്കെ ഉള്ളൊരു ടീമാണ്. അപ്പോൾ ലിവർപൂൾ തന്നെയാണ് ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് അടിക്കാൻ 99.9% പോസിബിലിറ്റി നമ്മൾ കാണുന്നത്. അവരിപ്പോൾ സമ്മറിൽ അഡീഷൻസ് ഒന്നും നടത്തിയിട്ടില്ല. അഡീഷൻസ് വരികയാണെങ്കിൽ കുറേ കൂടെ നന്നായേനെ. ഇനിയിപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അത് വിൻഡോ തുടങ്ങിയപ്പോൾ തന്നെ ഫാൻസ് പോലും അത്തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെ വിട്ടതാണ്. സോ അതാണ്. അപ്പോൾ ഉള്ള സ്ക്വാഡ് വെച്ചിട്ട് അവർക്ക് അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ലെറ്റ് സി എന്താവും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.